വേഗത്തിൽ അല്പസമയം ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. If you could please turn with me to the scripture, Galatians chapter 6 verse 14. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. That I should boast except in the cross of our Lord Jesus Christ. ലോകത്തിലെ ഏറ്റവും അംഗീകൃതമായ ചിഹ്നങ്ങളിൽ ഒന്നാണ് ക്രൂശ് എന്ന് പറയുന്നത്. One of the most acknowledged symbols in the world, one among them is the cross. പലരും അത് ആഭരണമായിട്ട് ധരിക്കാറുണ്ട്. Many wear it as an ornament. പലരും അത് ബിൽഡിങ്ങിനൊക്കെ മുകളിൽ സ്ഥാപിക്കാറുണ്ട്. We've seen many place it on top of buildings. കുറച്ചു പേർക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം അറിയത്തുള്ളൂ. However, only few know its meaning. റോമാക്കാർക്ക് കുരിശ് ലജ്ജയ്ക്കും മരണത്തിനുള്ള ഒരു ഉപകരണമായിരുന്നു. In fact, for the Romans, the cross was a symbol of death and shame. യഹൂദന്മാർക്ക് ശാപത്തിന്റെ അടയാളമായിരുന്നു ക്രൂശ്. For the Jews, the cross was a symbol that was a curse. ദൈവസഭയ്ക്ക് ക്രൂശാണ് പ്രശംസാ വിഷയം എന്ന് പറയുന്നത്. But for the church, the cross is what we boast in. ക്രിസ്തുവിന്റെ ക്രൂശില്ലാതെ, ക്രിസ്തുവിന്റെ പരമയാഗമില്ലാതെ നമുക്ക് സുവിശേഷമില്ല. Without the cross of Christ, without the sacrifice of Jesus, we do not have the gospel. കാൽവരി ക്രൂശിലെ പരമയാഗം ഒരു ചരിത്രമല്ല, നമ്മുടെ രക്ഷയുടെ നിത്യതയുടെ അടിത്തറയാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. The ultimate sacrifice on the cross is not merely history, it is the very foundation and the fundament upon which the gospel is established. പൗലോസ് പറയുകയാണ്, എനിക്ക് പ്രശംസിപ്പാൻ ക്രൂശ് അല്ലാതെ മറ്റൊന്നുമില്ല. Apostle Paul says, I have nothing to boast except the cross of Christ. ജനിച്ചപ്പോൾ മുതൽ ശാപമെന്ന് വിചാരിച്ചത് ഇപ്പോൾ അത് പ്രശംസാ വിഷയമായി മാറുകയാണ്. The very symbol that he considered to be a curse from the moment of his birth, he now retracts that statement and says, this is my joy and pride. പൗലോസിന് പുകഴുവാൻ ഒത്തിരി ഉണ്ട്. There is many things that Paul has to boast. 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, circumcised on the 8th day, ഇസ്രായേൽ ജാതിക്കാരൻ, hallelujah, man of the people of Israel, ബെന്യാമിൻ ഗോത്രക്കാരൻ, of the tribe of Benjamin, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, a Pharisee according to the law, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, hallelujah, according to his zeal, one who persecuted the church. ലാഭമായ ഒരുപാട് പൗലോസിനുണ്ട്. Many things that he had to boast as far as the world is considered. ഇതല്ല ക്രിസ്തുവിന്റെ സ്നേഹം ഛേദം നിന്നിട്ട് ഭക്തൻ പറയുകയാണ്, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നേ ഒന്നുള്ളൂ, കർത്താവിന്റെ ക്രൂശ് അല്ലാതെ മറ്റൊന്നും എനിക്ക് പ്രശംസിപ്പാനില്ല. But this holy man of God, he counts this great list and he says, all of this I consider as loss, I consider as trash. There is only one thing that I boast in, there is only one thing in which I take my pride, and that is the cross of Christ. Praise the Lord. കാൽവരി ക്രൂശാണ് നമ്മളെ രക്ഷയുടെ വിലയുടെ മഹത്വം വെളിപ്പെടുത്തി തന്നത്. ഈ കാൽവരിയിലെ ക്രൂശാണ്. It is the cross of Christ that reveals the price of our salvation. Praise the Lord. വെള്ളി പൊന്ന് അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയുടെ വിലയുടെ മഹത്വം മനസ്സിലാക്കി തരുന്നത് ഈ കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശാണ്. It is not just silver and gold that was used to buy us from the pit of darkness, but hallelujah, the invaluable, the priceless blood of the Lamb that was shed for you and I is revealed at the cross of Calvary. പാപം എത്ര ഗൗരവമുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ ക്രൂശാണ്. It is the cross that revealed to us the weight and the seriousness of the hallelujah of the concept of sin. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാമത്തെ വാക്യം. Isaiah chapter 53 verse 5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. But he was wounded for our transgressions, he was bruised for our iniquities, the chastisement for our peace was upon him, and by his stripes we are healed. നിരപരാധിയായ ഒരുവൻ മരിക്കണമെങ്കിൽ, തകർക്കപ്പെടണമെങ്കിൽ അത് എന്തോ വലിയ കുറ്റമാണ്. If hallelujah, one who is innocent should be murdered, should be hallelujah put to death, should be destroyed, what great crime is that?
നിസ്സാരമായ ചെറിയ വിഷയമാണെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ തകർക്കപ്പെടേണ്ട കാര്യമുണ്ടോ? If it is something small, something trivial, is it necessary that they should be judged, condemned with such a great punishment? അവൻ പാപത്തിന്റെ ഗൗരവം ഒരു മനുഷ്യരാശിക്ക് വെളിപ്പെട്ടു വന്നത് ഈ ക്രൂശ് ഉയർന്നപ്പോഴാണ്. The weight of sin was revealed to the world when the cross of Christ was raised up. എഫേസ്യർ രണ്ടാം അധ്യായത്തിലോട്ട് വേഗം ഒന്ന് കടന്നു വന്നാട്ടെ. If we come to the book of Ephesians chapter 2, ഒന്നുള്ള വാക്യങ്ങൾ വായിച്ചേ. from verse 1 it reveals this. ശ്രദ്ധിച്ചേ, അകൃത്യം പാപം നിസ്സാരമായിരുന്നു. എന്തുകൊണ്ടാണ് മുറിവേറ്റത്, എന്തുകൊണ്ടാണ് തകർക്കപ്പെട്ടത്? അത് ചെറുതല്ല. അവൻ ഈ അകൃത്യം, ഈ പാപം നീ മരിച്ചവനാക്കി കളഞ്ഞു. Notice, hallelujah, the weight of our sin, the burden of our transgression, it wasn't trivial. It was, hallelujah, the very weight that he bore, hallelujah, to the point of death. നരക വിധിക്ക് വിധിക്കപ്പെട്ട മനവരാശി, hallelujah, the world, mankind, who were condemned, hallelujah, to eternal damnation. നമ്മളെല്ലാവരും പാപത്തിൽ മരിച്ചവരായിരുന്നു. We were all dead in sin. അവൻ കാൽവരി ക്രൂശിൽ ഒഴുക്കപ്പെട്ട ഭീമ രക്തമാണ് യേശുവിനോട് കൂടെ നമ്മൾ ഉയർപ്പിപ്പാനിടയായി തീർന്നത്. But it was the covenant blood of Jesus Christ that was shed on the cross of Calvary that became the very reason for our salvation, that brought reconciliation between God and man. അപ്പം അകൃത്യങ്ങൾ പാപങ്ങളാൽ മരിച്ചു. See, notice it says by our trespasses and sins we were dead. രണ്ട്, നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. And then it says we walked according to the course of this world, according to the prince of the power of the air, the spirit who now works in the sons of disobedience. We were conducted, hallelujah, according to this. എന്തിനാണ് അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റത്? Why is it, hallelujah, that he was wounded for our transgressions? ചെറിയ കുഴപ്പമല്ലായിരുന്നു. It wasn't a trivial thing. ചെറിയ തകർച്ചയല്ലായിരുന്നു. It wasn't some small downfall. മരിച്ചവനായിരുന്നു. We were dead in our sin. Praise the Lord. അത് മാത്രമല്ല, ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ചായിരുന്നു നീ നടന്നുകൊണ്ടിരുന്നത്. Pay attention, listen. This is hallelujah explaining where we were, the reason for his wounds, the reason for his death on the cross. Because once you and I were according to the course of this world. Praise the Lord. നിന്നെ നടത്തിയത്, നിന്റെ തീരുമാനങ്ങൾ, നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ യാത്രകൾ, നിന്റെ ആഗ്രഹങ്ങളെല്ലാം സ്വർഗീയ പിതാവിന്റെ അല്ലായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതി, ഈ ലോകത്തിന്റെ സിസ്റ്റം, ഈ ലോകത്തിൻ്റെതായ ഉപദേശങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ച് നീ നടന്നു. What does that mean? It says that everything that we were doing, the way that we were walking, the places we were going, the things that we were seeing, it was all according to the ways of the world. We were following the course of the world. It was not according to the Father's will. It was not according to the guidance of the Holy Spirit. We did as the world did. We satisfied the desires of the flesh. Praise the Lord. അത് മാത്രമല്ല, അനുസരണക്കേടിന്റെ ആത്മാവായിരുന്നു നിന്നെ ഭരിച്ചുകൊണ്ട് നടന്നത്. And then hallelujah, it tells us it was the spirit of disobedience that manifested in the sons of men. ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല. No connection with God. ദൈവിക ബോധമില്ല. No hallelujah knowledge, no conscience of God. ലോകത്തിന്റെ സിസ്റ്റത്തിനകത്ത് ബന്ധിക്കപ്പെട്ടു പോയ മനുഷ്യൻ. Bound, hallelujah, captives in the course and in the things of the world, in the things of sin. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. And then in verse 3 it says we conducted ourselves in the lusts of the flesh, fulfilling the desires of the flesh and of the mind. We were by nature children of wrath, just as others. ഞാൻ ക്രൂശിന്റെ മഹത്വം എന്ന് പറയാൻ ഇത്രയും വായിപ്പിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. The reason I'm telling you this is to point to you the stark contrast, hallelujah, between our situation, because that was made possible because of the cross of Christ. Why did Jesus die? Why was he wounded for our transgressions? Why did Jesus carry upon his back the cursed cross? What I've described to you is hallelujah our situation,
our experience of life before we met our Savior. Praise the Lord. Hallelujah. കൃപയാൽ ആമേൻ കരുണാസമ്പന്നനായ ദൈവം അവന്റെ മഹാസ്നേഹനിമിത്തം ഇന്ന് പകൽക്കാലം ഈ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കാരെ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. But let me tell you today, let me declare today that by grace, by His abundant grace, you and I were rescued from sin, and we have the privilege to be in His presence this morning. അപ്പോൾ ശ്രദ്ധിച്ചാൽ മരിച്ചു കിടക്കുന്നു. See, we were dead in our sin. അനുസരണക്കേടിന്റെ ആത്മാവിനെ നടക്കുന്നു. We were led by the spirit of ഈ disobedience. കാലഗതിക്ക് അനുസരിച്ച് സഞ്ചരിക്കുന്നു. We were led and directed by the course of this world. അനുസരണക്കേടിന്റെ ആത്മാവ് നിന്റെ അകത്ത്. Hallelujah, the spirit of disobedience within us. ജഡത്തിന് ഇഷ്ടം പോലെ ജീവിക്കുന്നു. Living as per the desires of the flesh. ഇതാണ് ലോകത്തിന്റെ ജീവിതം. This is the life in the world. നാലാമത്തെ വാക്യത്തിൽ Then in verse 4, കരുണാസമ്പന്നനായ ദൈവം. oh, but God who is rich in ഒന്ന് mercy. പറഞ്ഞ് കരുണാസമ്പന്നനായ ദൈവം. God who is rich in mercy. ഒന്നുകൂടെ സഭ എന്ന് പറഞ്ഞ് കരുണാസമ്പന്നനായ ദൈവം. Oh, could you say it like you're talking about your father? My Father who is rich in mercy. അവന്റെ സ്നേഹമല്ല മഹാസ്നേഹം. Not just His love, but His great love. ഇവിടെ പറഞ്ഞ നമ്മൾ സ്നേഹിച്ചിട്ടല്ല യേശു സ്നേഹിച്ചത്. അവൻ നമ്മൾ അടുത്ത് ചെന്നിട്ടല്ല യേശു അടുത്തു വന്നത്. ഇത്രയും ദോഷം എണ്ണി പറയാനുണ്ടായിട്ടും കരുണാസമ്പന്നനായ ദൈവം അവന്റെ മഹാസ്നേഹം നിമിത്തം അവൻ നമ്മളെ ഉയർപ്പിപ്പാനിടയായി തീർന്നു. Dear brothers and sisters, it wasn't because we first loved Him that He came chasing after us. It's not because we did something to change His mind that He came searching for you and me, but because of His grace, His abounding grace, because of His love, His great and matchless love, my God in His hallelujah compassion, my God in His mercy came looking for you. ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കളിച്ചോണ്ടിരിക്കുന്നത് അമിശ്ര ശ്രദ്ധിച്ച് ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. Children, please, we're talking about Jesus. We're talking about the cross. You need to pay attention. We're speaking in English so you can understand. നിങ്ങളെല്ലാ ബായിങ്ങായി എടുത്ത് മാറ്റി വെക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചാട്ട് അമിശ്രം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ. Notice, hallelujah, by our sin we were dead. അഞ്ചാമത്തെ വാക്യം Verse 5. ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. It says we were made alive together with Christ. കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Hallelujah, by grace how many of us were saved? പ്രൈസ് ദി ലോർഡ്. എന്തിന് ക്രൂശ് ഉയർത്തപ്പെട്ടു? Hallelujah, why was the cross risen? എന്തുകൊണ്ട് പൗലോസ് പറയുന്നു ക്രൂശിൽ അല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. Apostle Paul says, aside from the cross I have nothing to boast. അവൻ എൻ്റെ അരുമനാഥൻ ക്രൂശിൽ അവൻ മരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ അതിക്രമങ്ങളിൽ നിന്ന് ജീവൻ പ്രാപിക്കാനിടയായി തീർന്നത്. Because the lover of my soul, because my Savior died on that cross, He took it upon Himself to bear the weight of my sin and transgression. I have been made alive. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. When Jesus rose again, we only saw Jesus. പക്ഷേ ആ കൂടെ നമ്മൾ ഉണ്ടായിരുന്നെന്ന്. But hallelujah, with Him were you and I. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോട് കൂടെ വിശ്വസിക്കുന്ന സകലരും അതേ അവസ്ഥയിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. Hallelujah, when Jesus rose again, everyone who believes in Him, everyone who put their faith in Him, they rose again with Christ. അവൻ ദൃശ്യ കണ്ണുകൾ കൊണ്ട് യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. With our outward eyes we could only see Jesus coming out the tomb. എന്നാൽ ആത്മ കണ്ണുകളാൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. But with the spiritual eyes, if you were able to see, you would notice that from the grave rose, hallelujah, the lives, the souls of men and women who were and who are to come, who have put their faith in Christ. They have been risen with Him. അവൻ നിത്യ മരണത്തിന് വിധിക്കപ്പെട്ട സകലരെയും ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ് മരണത്തിന്റെ പാറയുടെ താക്കോൽ ഏറ്റുവാങ്ങി നിത്യ നരകത്തിന് വിധിക്കപ്പെട്ട സകലരെ വിടുവിച്ച് അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിനിടയായി തീർന്നു. All who were, hallelujah, who were condemned in their sin, who were dead in their transgressions, all who were, hallelujah, in the pit of sin, they, hallelujah, because of His loving grace and mercy, because of His abounding, hallelujah, compassion, hallelujah, when He rose up, hallelujah, we too, hallelujah, who were dead, rose up with Him in glory. Praise the Lord. എന്നിട്ട് 6-7 വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുയേശുവിൽ
നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. And then, hallelujah, in verse 6 and 7 you can read, in the ages to come, that he might show the exceeding riches of his grace in his kindness towards us. ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. And he raises up together, seating us together with, hallelujah, in the heavenly places in Christ. നമ്മളിപ്പോ സ്വർഗ്ഗത്തിലാണോ ഇരിക്കുന്നത്? Are we sat in heaven right now? ആണോ ഇരിക്കുന്നത്? നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നു? Where we sat? പക്ഷെങ്കിൽ വചനം പറയുന്നു ഇവിടെ ഭൂമിയിലാണെങ്കിലും ക്രിസ്തുവിലാണ് നമ്മൾ മറഞ്ഞിരിക്കുന്നത്. Amen. But the word of God says, yes, we may physically, our literal bodies may be here on the earth, but in Christ we are seated with him. ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. There's a verse in scripture that says our lives are hidden in Christ. നിങ്ങൾ മരിച്ചവരുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. It says, hallelujah, that you have died and your lives have been hidden with Christ. ശ്രദ്ധിച്ചേ, നമ്മൾ ഇവിടെ ഉണ്ടെങ്കിലും ആമേൻ സ്തോത്രം, നമ്മുടെ ജീവൻ എവിടെ ഉണ്ട്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? How many of you understand what I'm saying? Yes, we may be here, our physical bodies in this world, but hallelujah, the scriptures tell us that we have been, hallelujah, we are dead and our lives have been hidden in Christ. ആമേൻ, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൽ നാം ഇരിക്കുകയാണ്. Hallelujah, with Christ, in Christ we are seated with him. ഇതിന് മറ്റൊരു ആത്മീയ തലമാണ്. This is a different spiritual revelation. Praise the Lord. ശ്രദ്ധിച്ചാട്ടെ, അതുകൊണ്ടാണ് ഈ കർത്താവ് വരുമ്പോൾ ഈ മരിച്ച ഉയർക്കാൻ കാരണം ക്രിസ്തുവിൽ എന്ത് മറഞ്ഞിരിക്കുകയായിരുന്നു? ജീവൻ മറഞ്ഞിരിക്കുക. ആ സമയമാകുമ്പോൾ അതിന് അടുത്ത ഭാഗം പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. And then it tells us in Colossians 3 verse 4, when Christ who is our life appears, then you also will appear with him in glory. പ്രിയരെ, നമ്മൾ ഇവിടെ അല്പകാലത്തേക്ക് ഇരിക്കുമെങ്കിലും ആ നിത്യ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. Yes, even though for a short time we may be here in this earth, our life is hidden in Christ. ഒടുക്കത്തെ ശത്രുവായ മരണം ഇവിടെ പിശാചിന് പോരാടാൻ പറ്റും. പക്ഷെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജീവനെ പിടിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Hey, notice this. Hallelujah, the ultimate enemy, that is death, can try and fight with the lives that remain in this world. But if your life is hidden in Christ, death has no place. Death cannot approach it. തന്റെ വിശുദ്ധന്മാരുമായി കർത്താവ് ഇറങ്ങി വരുമ്പോൾ മറന്നിരുന്ന ജീവൻ, മറച്ചുവെച്ച ജീവൻ തേജസ്സോടുകൂടെ റിലീസ് ചെയ്യുമ്പോൾ തേജസ് പ്രാപിച്ച് നമ്മളും ജീവനോടെ എടുക്കപ്പെടുവാനിടയായി തീരും. And that is why when Christ returns, our lives that were hidden with him will be released, hallelujah, from their hiding place. And so you and I who have died in this world will, hallelujah, come back to life, because our lives were not in our hands, they were hidden in the hands of Christ. അവൻ ക്രൂശ് ഉയർത്തപ്പെട്ടത്. Why was the cross raised? എന്തിനാണ് അവൻ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റത്? Why was he wounded for our transgressions? ഈ വിടുതൽ സംഭവിക്കണമെങ്കിൽ, it is, hallelujah, if we want this deliverance, ക്രിസ്തുവിനോട് കൂടെ ഉയർക്കണമെങ്കിൽ, if you and I want to be risen with Christ, തേജസ് പ്രാപിക്കണമെങ്കിൽ, if we want to receive that glory, ഈ ക്രൂശ് ഉയർത്തപ്പെട്ടേ മതിയാകത്തുള്ളൂ. then we need, hallelujah, that the cross would be lifted up. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Hallelujah. മറ്റൊന്ന് ക്രൂശ് വെളിപ്പെടുത്തുന്നത് ആമേൻ സ്തോത്രം പകരക്കാരനെ വെളിപ്പെടുത്തുകയാണ്. Another thing that when you look to the cross that will be revealed is it reveals, hallelujah, substitution. 2:5 ഇങ്ങനെ വായിക്കുന്നു, പാപമറിയാത്തവനെ നാം അവന്റെ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. Notice, hallelujah, in 2 Corinthians 5 verse 21 it reads, for he who knew no sin, hallelujah, he was made sin for us that we would be made the righteousness of God. എന്തുകൊണ്ട് ക്രൂശിനെ പ്രശംസിക്കുന്നു? Why do we glory in the cross? ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. Because I was condemned. ഞാൻ വേദന അനുഭവിക്കേണ്ടതാണ്. I was supposed to endure that suffering. I am the criminal. Praise the Lord. എന്നാൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് പകരമായി ക്രൂശിൽപ്പെടായി തീർന്നു. But notice there is a substitutionary atonement that is revealed at the cross of Calvary. Jesus in place of me. യേശു ഒരു രക്തസാക്ഷിയായിട്ടല്ല മരിച്ചത്. Jesus did not die, hallelujah, as a martyr. ഒരു പകരക്കാരനായിട്ടാ മരിച്ചത്. He died as a substitute. എനിക്ക് പകരം എന്റെ യേശു മരിച്ചു. എനിക്ക് പകരം ഞാൻ എടുക്കേണ്ട ശിക്ഷ, ഞാൻ എടുക്കേണ്ട വേദന,
ഞാൻ എടുക്കേണ്ട ആ പണിഷ്മെന്റ് എനിക്ക് വേണ്ടി പകരമായി എന്റെ യേശു ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ ക്രൂശ് അല്ലാതെ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. And so could you declare that right now in the places where you are seated? Could you just say and proclaim that all would hear, hallelujah, Jesus was made a substitute for me. In my place, my Jesus died. It was my sin that he carried. It was my suffering that he bore. Hallelujah. He became a substitute for me. ഈ ദൂത് പറയുന്നത് നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹം വർദ്ധിക്കേണ്ടതിന് വേണ്ടിയാണ്. The reason we speak this message is so that you would be filled with the love of God. നമ്മൾ വെറുതെ തിരുമേശ എടുത്തോണ്ട് പോകരുത്. We shouldn't, hallelujah, simply participate in the table. ക്രൂശീകരണം പണ്ടത്തെ ഒരു സംഭവമായിട്ട് മാറരുത്. The cross is not just, hallelujah, a historical event that took place. ആമേൻ. ഒരു ആത്മീയ വിശുദ്ധൻ എന്നും ധ്യാനിക്കേണ്ട, ഓർക്കേണ്ട, നന്ദി പറയേണ്ട ഒന്നാണ്, എനിക്ക് പകരം എന്റെ കുറ്റമേറ്റെടുത്ത എന്റെ കർത്താവിനെ, ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും, ഈ കർത്താവിനെ എങ്ങനെ അനുഗമിക്കാതിരിക്കും, ഈ കർത്താവിനെ എങ്ങനെ ആരാധിക്കാതിരിക്കും, എനിക്ക് പകരം. But instead, when you come to the presence of the Lord, if every time you approach his throne, you have, hallelujah, the recognition, you have, hallelujah, the realization that Jesus, hallelujah, was a substitute for me. He, hallelujah, carried the cross that I was supposed to carry. He endured the suffering I was supposed to endure. He, hallelujah, died as a substitute in my place. How can I remain silent? How can I remain still in the presence of God, but only, hallelujah, to worship and magnify the one who stood in my place? ഇന്ന് ക്രൂശ് എന്ന് പറയുമ്പോൾ, ആ കാൽവരിയുടെ പരമയാഗം എന്ന് പറയുമ്പോൾ, നിന്റെ അകത്തൊരു അഭിമാനം വേണം, നിന്റെ അകത്തൊരു അഭിമാനം വേണം. ഇതാണ് എന്നെ നിർത്തിയത്, എന്നെ മകനാക്കിയത്, എന്നെ ആത്മീകനാക്കിയത്, എന്നെ വിശുദ്ധനാക്കിയത്. ഈ ക്രൂശാണ്, അവന്റെ രക്തമാണ്. അതിനകത്തൊരു അഭിമാനം ഉണ്ടായിരിക്കണം. ഈ ക്രൂശല്ലാതെ മറ്റൊന്നും നീ പ്രശംസിക്കരുത്. And so when we think of the cross, when you think of the cross, you should have a great pride. You should have, hallelujah, great joy to say, this is the reason, hallelujah, that I was made alive. I who was dead was made alive because of the cross. I who was captive was made free because of the cross. I who was, hallelujah, in sorrow have joy because of the cross. ഈ ക്രൂശിലാണ് സകലതും നിവൃത്തിയായത്. It is, hallelujah, on the cross that everything was fulfilled. സകലതും അവിടെ തീർന്നു. All was completed. ഹല്ലേലൂയ. പാപക്ഷമ മുഴുവൻ അവിടെയുണ്ട്. The reconciliation for sin is at the cross. പഴയ നിയമത്തിൽ പാപം മറക്കത്തേയുള്ളൂ, പുതിയ നിയമത്തിൽ പാപം കഴുകി കളയുകയാ, ഓർക്കത്തുപോലുമില്ല. മുഴുവൻ സകലതും നിവൃത്തിയായത് ഈ ക്രൂശിലാണ്. As per the Old Testament, your sins and transgressions would be covered, but according to the New Testament, your sins are not covered away, they are washed clean, you are made new. എന്തോ അവിടെ അവശേഷിച്ചത്? What, hallelujah, remains? ക്രൂശിൽ എന്തോ അവശേഷിച്ചത്? What remains? What is left to do? ഇവിടെ ഈ ഭൂമി ജയത്തോടെ ജീവിച്ച് എത്തിച്ചേരാനുള്ളത് മുഴുവൻ ആ ക്രൂശിൽ തികച്ചിട്ട് എന്റെ യേശു കടന്നുപോയത്. ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല, ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. സകലതും ക്രൂശിൽ നിവൃത്തിയായി. Do you understand this morning that there is nothing left in the work of the cross? There is nothing that needs to be added. There is nothing that needs to be completed. There is nothing that needs to be touched up or polished or finished, because it is all complete. It is all fulfilled in the cross of Christ. രോഗം വരുമ്പോൾ ക്രൂശിലുണ്ട്. Hallelujah. എഴുന്നേൽക്കുമ്പോൾ ജയം ക്രൂശിലുണ്ട്. അധികാരങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്താ നിനക്ക് വേണ്ടത്? സകലതും കാൽവറിയിൽ പൂർത്തീകരിച്ചത് കൊണ്ട് പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, ഈ ക്രൂശല്ലാതെ പ്രശംസിപ്പാനൊന്നുമില്ല. When disease comes, your healing is in the cross. When you have, hallelujah, trouble, your peace is found in the cross. When you have sorrow, your joy is in the cross. When you are bound in sin, hallelujah, your deliverance is in the cross. Everything you could ever need, everything you ever, hallelujah, look for, everything you seek is found at the cross of Christ. Hallelujah. Tetelestai. Fully paid. It is fully paid. സകലതും കൊടുത്തു തീർത്തു. It is finished. കടം തീർത്ത കടക്കാരൻ അല്ലെങ്കിൽ കൊടുക്കലുണ്ടെങ്കിലും പെയ്ഡ് എന്നുള്ള ഒരു സ്റ്റാമ്പ് അടിച്ചു കഴിഞ്ഞാൽ
പിന്നെ ഇനി ഒന്നും കൊടുക്കണ്ട. Hallelujah. Even if you are, hallelujah, a debtor who Hallelujah. owes the creditor and you Oh, still Jesus. haven't finished paying Glory be off to God. everything that you owe, so Amen. long as you have the seal which says it is paid, there is nothing more that you need to give. It has been written off. It is complete. നമ്മുടെ ജയം എന്താണെന്നറിയാമോ? What is our victory? യേശുവിന്റെ ചോരയുടെ സീലുണ്ട്. അവൻ വീട്ടിയതാണ്, വില കൊടുത്തതാണ്, അവൻ കടം തീർത്തതാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നോക്കി ദൈവം പറയട്ടെ, അവൻ കടം തീർത്ത വ്യക്തിയാണ്. നിനക്ക് വേണ്ടി മുഴുവനും എന്റെ കർത്താവ് വില കൊടുത്തത് കൊണ്ട് ആ വിടുതൽ ഇന്ന് പകൽക്കാലം അനുഭവിക്കണം. ആ സന്തോഷം ദൈവസഭ അനുഭവിക്കണം. നിനക്ക് വേണ്ടി ക്രൂശ് സകലതും കൊടുത്തു തീർത്തു. You know the reason for our freedom. You know the reason why we can be joyful. You know the reason we can stand in victory. It is not because of anything you've done. It is not because of anything you've achieved. But when, hallelujah, we look at you, what we see is the seal of the blood of Christ. And you know what that seal says? It says it is finished. It is, hallelujah, this person, they are redeemed. They are, hallelujah, it is paid in full. They are, hallelujah, freed. They are no longer captive. It is finished. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ റെസിപ്റ്റ് ചോദിക്കും. Some places they ask for a receipt. അത് കാണിച്ചാൽ പിന്നെ ചോദിക്കത്തില്ല. And if you show the receipt, they won't ask any more questions. ഫീസ് അടച്ചോന്ന് ചോദിച്ചാൽ, ടിക്കറ്റ് എടുത്തോന്ന് ചോദിച്ചാൽ, അടച്ച റെസിപ്റ്റ് കാണിച്ചാൽ പിന്നെ ചോദിക്കൂ. If they ask you, have you paid for this? Amen. Have you made this booking? Have you paid the fees for this course? So long as you have the digital receipt or the paper receipt, you can show that you have done it. They won't ask any questions. പിശാചിനെ കാണിക്കാനുള്ള റെസിപ്റ്റ് നിന്റെ കയ്യിലുണ്ടെന്ന്. അവൻ നീ പാപിയാണെന്നും അതാണെന്നും ഇതാണെന്നും പറഞ്ഞ് നിന്റെ മനസ്സാക്ഷി ഇളക്കി നിന്നെ പുറകോട്ട് വരുമ്പോൾ നീ എടുത്ത് കാണിക്കണം. ദുഷ്ട പിശാച്, എനിക്ക് വേണ്ടിയുള്ളത് മുഴുവൻ എന്റെ കർത്താവ് കൊടുത്തു തീർത്തു. നിനക്ക് എന്റെ മേൽ അധികാരമില്ല. എന്റെ ശരീരത്തിന് മേൽ, എന്റെ ആത്മാവിന്റെ മേൽ നിനക്ക് അധികാരമില്ല. It is paid. Do you recognize that you have in your hands the receipt to show the evil enemy, the one who comes to you when he says that you are, hallelujah, not enough, you are, hallelujah, full of sin, you are guilty, you are dirty, you are, hallelujah, invalid, you have no value, you have no worth. Hallelujah, it is the, hallelujah, receipt of the blood of Christ that you can declare, that you can claim. It says that it is finished. വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഉയർത്തി കാണിക്കണം. Hallelujah, the redeemed church, hallelujah, must show and declare this truth. എനിക്ക് പ്രശംസിപ്പാൻ ക്രൂശല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഇന്ന് ഹൃദയത്തിന്റെ ആഴത്തുനിന്ന് പറയുവാൻ എത്ര വരുന്ന പകൽക്കാലം തയ്യാറാണ്? How many of us would also be able to say that I have nothing else to boast in except the cross of Christ? ഇന്ന് പകൽക്കാലം കുഞ്ഞേ, അവൻ കോളേജിൽ പോകുമ്പോൾ, യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ, അവൻ പാപത്തിന്റെ ശക്തികൾ, ലോകത്തിന്റെ ശക്തികൾ നിന്റെ നേരെ കടന്നു വരുമ്പോൾ ഈ പെയ്ഡ് റെസിപ്റ്റ് നീ ആത്മാവിൽ എടുത്ത് കാണിച്ചോണം. അവൻ പിശാചേ, എനിക്ക് വേണ്ടി മുടക്കി കഴിഞ്ഞതാ, ഇനി നിന്റെ എന്റെ മേൽ അവകാശമില്ല. നീ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ് അതിന്റെ ജയം ദൈവസഭ ഏറ്റെടുപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. My dear children, my brothers and sisters, whenever you, hallelujah, go, wherever you might be, hallelujah, when the enemy comes to you with thoughts of worthlessness, with thoughts of guilt and shame, telling you that you are unworthy, that you are, hallelujah, not called, that you are not chosen, Hallelujah. that you have no one, hallelujah, to call your own, that nobody cares about you, that God does not see you, hallelujah, you are not worthy to approach his presence. Can you, hallelujah, just declare with faith and confidence the receipt, hallelujah, that God, hallelujah, that Jesus has provided on the cross, the receipt of his blood that says it is paid in full, it is finished. This is a child of mine. യേശുവിന്റെ രക്തം ജയം എന്ന് പറഞ്ഞു. Could you say there is power in the blood of Christ? സഭ ഒരുമിച്ച് പറഞ്ഞു, യേശുവിന്റെ രക്തം ജയം. Could you say there is victory in the blood of Christ? Victory in the blood of Jesus ഒന്ന് പറഞ്ഞു. There is victory in the blood of Jesus. ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് പറഞ്ഞു. Could you say it? യേശുവിന്റെ Could you രക്തം declare ജയം. this? Could you make this a chant? Let the enemy യേശുവിന്റെ hear. രക്തം ജയം. Victory in the blood of Jesus. Victory in the blood of Jesus. Victory in the blood of Jesus. Victory
victory in the blood of Jesus. നിന്റെ രോഗത്തിന് വേണ്ടി, നിന്റെ ശാപത്തിന് വേണ്ടി കാൽവരിയിൽ കൊടുത്തു തീർത്ത യേശുവിന്റെ രക്തം ജയം. സഭ ഒരുമിച്ച് തുറന്നു പറഞ്ഞ് ആരാധന തുറന്നു പറഞ്ഞ് victory in the blood of Jesus. Hallelujah. It is paid in full. It is paid in full. Everything, hallelujah, that you have, everything that was needed, hallelujah, everything that was, hallelujah, demanded, it was paid in full. There is nothing remaining. There is no remainder. It is paid. It is paid. It is paid in full. There is victory in the blood of Jesus. ജയം 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 ജയം. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. രോഗത്തിന്റെ മേൽ യേശുവിന്റെ രക്തം ജയം. നിന്റെ ശരീരത്തിന്റെ ബന്ധനങ്ങളുടെ മേൽ യേശുവിന്റെ രക്തം ജയം. സകല തടസ്സങ്ങളുടെ മേൽ യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം. Oh, thank you Jesus. Thank you Jesus. ആ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ, ആ അധികാരം ഇവിടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ ആ ശക്തി ഇന്ന് പകരക്കാർ സഭയ്ക്കകത്ത് വ്യാപരിക്കുകയാണ്. Let the power of the blood of Jesus manifest in the church, manifest in your life. It is the power of the blood of Christ. Thank you Lord. Thank you Jesus. Praise the Lord. Hallelujah. There is power, Power, wonder-working power in the blood of the Lamb. Oh, There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of ഉണ്ട് the ശക്തി. Lamb. ഓഹോ, ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്താൽ. ഓഹോ, ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സഭ വിശ്വസിക്കണം കേട്ടോ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിശ്വസിക്കണം. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ വിശ്വസിക്കണം. അത് രക്ഷിക്കപ്പെട്ട പൈതലിനെ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി സകലതും നിവർത്തിയായി നിവർത്തിയായി നിവർത്തിയായി. അത് നിന്റെ അവകാശമാണ്. അത് നിന്റെ അവകാശമാണ്. അത് നിന്റെ അവകാശമാകയാൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ജയം ഈ പകൽക്കാലം പ്രഖ്യാപിക്കുകയോ. Dear child, dear church, this is our faith, this is our declaration. If you have been saved by the blood of Christ, if you have been redeemed, hallelujah, this is the truth that we claim, that the blood of Christ is our victory. It is the banner that we fly under. അതുകൊണ്ട് ദുഷ്ടാത്മാക്കളോട് പറയണം, പക്ഷേ കൊടുത്തു തീർന്ന വിഷയം നീ അവകാശം പറഞ്ഞു വരരുത്. And so we must speak to the enemy and say, do not, hallelujah, try and claim things that have Jesus. already been paid. ജീസസ് കണക്ക് തീർത്ത വിഷയം നീ കണക്ക് പുസ്തകം കൊണ്ട് വരരുത്. Do not bring your book of accounting for things that have already been accounted for. ആമീൻ. ബാക്കി ഞാനും കർത്താവ് തീർത്തോളാം. പിശാച് നിനക്ക് അവകാശമില്ല. കുറവുണ്ടെങ്കിൽ പോരായ്മയുണ്ടെങ്കിൽ അത് ഞാനും ദൈവം കൂടെ തീർത്തോളാം. നിന്റെ വിഷയം നിനക്ക് നൽകി തന്നതാണ്. മുഴുവനും വീഴ്ത്തിയതാ. നിനക്കിനി അവകാശമില്ല. And so you can say with faith, when the enemy comes to you, to say, devil, enemy, you have no claim over me. It has been paid in full. Jesus has already redeemed. Hallelujah. There is nothing remaining. If there is any shortcoming, if there is any failure that is between me and God, you have no place here. ജയത്തിന്റെ കൊടി ഇവിടുന്ന് പകരക്കാർ ഉയർത്തുകയാണ്. ആ ജയത്തിന്റെ കൊടി കാൽവരിൽ ഉയർത്ത ജയത്തിന്റെ കൊടി ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകരക്കാർ ഉയരുകയാണ്. Could we raise that flag, the flag of victory that was raised
on the cross of Calvary, it wasn't a flag of failure, it was the flag of victory Thank you, that Jesus. Jesus raised on the cross. Praise the Lord. Praise the Lord. കുഞ്ഞ് ജയ ജീവിതം ചെയ്തോണം. Dear child, we're called to live a victorious life. ജയത്തോടെ ജീവിച്ചോണം. We are called to live a victorious life. ഒന്നിന്റെ മുൻ മുട്ടുമടക്കരുത്. We do not need to bow our knees to anything else. അവൻ നിരാശ കയറി വരും. Yes, sorrow may come. വെല്ലുവിളികൾ കടന്നു വരും. Yes, challenges may come. പ്രതിസന്ധികൾ കടന്നു വരും. Yes, hallelujah, there may be disasters that occur. റെസിപ്റ്റ് കാണിച്ചോണം. ഈ റെസിപ്റ്റുകളെ പേടാ. ഇത് തീർത്ത വിഷയമാ. നീ വിട്ടുപോ. ഇത് കാൽവരെ കൊടുത്തു തീർത്തതാ. അവൻ ഇന്ന് പകൽക്കാലം ആ ഒരു ദൈവകൃപ ദൈവസഭ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. But when those things come against us, we have one thing to claim, and that is all that we need. The receipt that was shown on the cross of Hallelujah. Calvary, the receipt that was given to us, which is the blood of Christ, to say it is Hallelujah. finished, it is paid in full. Sin, hallelujah, guilt, shame, sorrow, depression, you have no place Glory here. to I am God. victorious by the blood of നമ്മൾ ഈ ദൂത് Jesus. പറയുമ്പോൾ നിങ്ങളുടെ നാവിലൂടെ ഇത് പറഞ്ഞുകൊണ്ടെങ്കിരിക്കണം കേട്ടോ. You know, even as we are stood here standing and preaching this message, you should receive it and say it. Speak, there is power, there is life when you Amen. speak these words. Claim the blood of Christ over your life. ഒന്നും നിനക്ക് മുൻപിൽ തെളിയുന്നില്ലെങ്കിലും ഈ ക്രൂശ് ഒന്ന് മുന്നിൽ വന്നോണം. കാൽവരി നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവിനെ നീ ഒന്ന് കണ്ടാൽ ആ ക്രൂശ് പറയും മോനെ സകലതും നീ ഇപ്പൊ ഭാരപ്പെടുന്ന വിഷയം ഇവിടെ പരിഹരിക്കപ്പെട്ടതാ. നീ ശാന്തമായിട്ടിരിക്കുക. തക്ക സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുന്ന ബലമുള്ള കരമുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. അവൻ നിനക്ക് വേണ്ടി കരുതും. നിന്റെ ഭാവിക്കുള്ളത്, നിന്റെ തലമുറയ്ക്കുള്ളത്, നിന്റെ കൂടപ്പറപ്പിനുള്ളത്. ആമി എന്തോ ദൈവം ചില കൂടപ്പറപ്പുകളെ ഓർത്ത് കരയുന്ന ചിലതിനോട് ഇന്ന് രാത്രി ഈ പകൽ ആത്മാവ് ഇടപെടുന്നു. ആമി ചിലരോട് പരിശുദ്ധാത്മ ഇന്ന് വ്യക്തമായി ഇടപെടുന്നു. ദൈവം ഒരു പ്രവൃത്തി അയക്കാൻ പോകുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, ദൂത് മാറി വരികയാണ്. കൂടപ്പറപ്പുകളുമായി ബന്ധപ്പെട്ട് കരയുന്ന ചിലതിനോട് ദൈവാത്മാ പറയുന്നു ഒരു ദൈവത്തിന് ഇടപെടൽ ഇന്ന് പകൽക്കാലം ആത്മാവ് അയക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ. Dear children of God, I want to tell you this morning, I don't know what it is that you're challenging, that you're struggling with. I don't know what challenges stand before you. You might not know which step to take. You might not know the answer. You might not know the solution. Hallelujah. You might not see the doors that you have to go through or the path that you should follow. But you don't need to look anywhere else. Look to the cross of Christ. Look to the cross of Christ. There you will find the answers to all your problems. Jesus. There you will find Thank you, Lord. everything that you need. It is found at the cross of Thank you, Christ. Especially to those who are worried about their future, to those who are worried about their spouse, those who are worried about a life partner, the right person to come into your life. The word of God says that the cross has completed it all. The work has finished it all. It is paid in full. You will be provided with exactly what you need. ഒന്നുകൂടെ എടുത്തു പറയാൻ അജുവാൽമ ഇടപെടുന്നു. The Spirit of the Lord is prompting me to emphasize this. നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയോ ഓർത്ത് ഭാരത്തോടിരിക്കുന്ന ചിലരോട് ആത്മാവ് അടിവരയിട്ട് പറയുന്നു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകും. The Holy Spirit wants to really emphasize this point. I don't know who this is to, but if it's to you, I want you to receive it and claim it and pray over it. The Spirit of the Lord says, hallelujah, that those of you who are concerned, who are worried about your brother, about your sister, whatever the challenge may be, whatever the situation might be, the Spirit of the Lord says, at the cross, it is finished. At the cross, it is paid in full. You will find your solution. You will find your answers there. Praise the Lord. Hallelujah. ക്രൂശ് എന്ന് പറഞ്ഞ് ഞാൻ പ്രശംസിക്കുന്നത് ക്രൂശല്ല, എനിക്ക് പ്രശംസിക്കുന്നത് ക്രൂശല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഇന്ന് ഇവിടുന്ന് സഭായം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അന്തരാൽ പറയണം. പ്രശംസാ വിഷയം ഒന്ന്, എൻ്റെ മക്കളല്ല, എൻ്റെ കുടുംബമല്ല, അവൻ്റെ തലമുറയോ എനിക്കുണ്ടെന്ന് പറയുന്നത് ഒന്നുമല്ല. പ്രശംസിക്കാൻ ഒറ്റ വിഷയമാകട്ടെ, ഒറ്റ വിഷയമാകട്ടെ, രണ്ടല്ല, ഒറ്റ വിഷയം. ക്രൂശ്, 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 ക്രൂശ് മാത്രം, ക്രൂശ് മാത്രം. എത്ര പേർക്ക് ഇത് പകൽക്കാലം ദൂത് മനസ്സിലാകുന്നുണ്ട്? അത് നിനക്ക് വിടുതലാണ്, അത് നിനക്ക് അനുഗ്രഹമാണ്, അത് നിനക്ക് നന്മയാണ്. ഇന്ന് പകലിൽ ആ
Dear children of God, I want to tell you today that there is only one thing we need to boast in. If there is nothing else that you take away from this message today, there is one thing that I want you to remember: the cross of Christ. The cross of Christ. The cross on Calvary, where Christ died for me as the ultimate sacrifice, the Lamb of God who was slain for the sins of the world. Upon that cross, Apostle Paul says, I have nothing else to boast. I have nothing else to boast. Not your children, not your job, not your qualifications, not your wealth, not your home, not anything else. But Apostle Paul says, I boast in the cross of Christ. Praise the Lord. നിങ്ങൾ ക്രൂശിൽ പ്രശംസിക്കാമെങ്കിൽ ബാക്കിയെല്ലാം കർത്താവ് എന്ത് ചെയ്യും? സ്തോത്രം. രണ്ടുപേരുടെ ശബ്ദം പൊക്കോണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. If we are able to boast in the cross, there is nothing else that we need to worry about. There is nothing else that we need to be concerned about, for our glory is in the cross of ഈ Christ. ക്രൂശിനെ പ്രശംസിച്ച് തുടങ്ങിയുണ്ടല്ലോ, അഥവാ എന്തേലും ഉയർച്ചയോ മാന്യതയോ വന്നാലും അതൊരു തോന്നത്തില്ല. കാരണം അതിലും വലുത് കണ്ട് നമ്മൾ സന്തോഷിച്ചിരിക്കുന്നത് കൊണ്ട്, അതിലും വലുതിനകത്ത് സ്വോത്രം പറയുന്നത് കൊണ്ട്, അല്പം പ്രമോഷനോ അല്പം ജോലിയോ അല്പം സ്ഥാനം കിട്ടിയാലും ഇത് ഏക്കത്തില്ല. കാരണം ഇതിലും വലുത് കണ്ട് സ്വോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. You know what happens when you start to glory in the cross? When you start to see the cross for what it really is, and you start to recognize that there is nothing that you could boast in except the cross of Christ. It protects you. It's a hedge around you that protects you from arrogance and pride, the greatest sins mentioned in Scripture. Do you want protection from those? Do you want a seal of guarantee that you wouldn't fall as Lucifer fell from the sin of pride? All you need to do is glory in the cross. And so whatever else comes in your life, it might be a promotion, it might be a hallelujah, an increase in your wage, it might be some hallelujah improvement in your status, but all of those things you will dismiss, because there is nothing greater than the cross of Christ. Just a few more things before I wrap up. We'll go into the Lord's table, for we have that before us. കർത്താവിന്റെ ആ ദിവ്യ സ്നേഹം, ആ വലിയ സ്നേഹത്തിന്റെ പ്രകടനം മുഴുവൻ ആ ക്രൂശിലായിരുന്നു. The expression of the divine love of God is revealed on the cross of Calvary. ഇത് വാങ്ങിച്ച സ്നേഹമല്ല, തന്ന സ്നേഹമാണ്. This is not a love that we asked for. It is a love that was freely given. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, എങ്ങനെ നൽകുവാൻ തക്കവണ്ണം ലോകുഞ്ഞെ തന്ന സ്നേഹമാണ്, തേടി വന്ന സ്നേഹമാ, തന്ന സ്നേഹമാ. അവൻ ക്രൂശ് എന്തുകൊണ്ട് പ്രശംസിക്കുന്നു? ആ സ്നേഹം അവിടെയാണ് വെളിപ്പെട്ടത്. Dear child, why do we glory in the cross of Christ? It is the place that reveals that you didn't go seeking a savior. You didn't go looking for the love of God. Instead, God so loved the world that He gave. He gave. Amen. He gave. Amen. When you were lost in sin, He gave. When you were running away, He ran after you. He gave the love. It is revealed on the cross of Calvary. എന്തുകൊണ്ട് നാം ക്രൂശിനെ പ്രശംസിക്കുന്നു? Why do we glory in the cross? തന്ന ഒരു സ്നേഹം. The place where I ഞാൻ ഈ received. ദൂത് പറഞ്ഞ് നമ്മൾ ശുശ്രൂഷയിലോട്ട് അങ്ങ് കയറാൻ ആഗ്രഹിക്കുക. The place where I received the love of God. അവന് മറ്റൊരു പ്രത്യേകതയാണ് ഈ കാൽവരി ക്രൂശിലെ സ്നേഹം പാപികളിലോട്ട് ചെന്നങ്ങെത്തി. അവൻ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, വിശുദ്ധനായിട്ടല്ല, നിർമ്മലനായിട്ടല്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ് ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. Oh dear children, guys, just listen to this. You're not ready for this one, because it's not just the love that was given, hallelujah, to you and me, just hallelujah because we deserved it or something like that. No, the scriptures say even while we were sinners, even while we were unworthy, even when we were unclean, even when we had nothing to claim, even when we did not deserve it, this was a love that came running after you. It didn't wait for you to reconcile. It didn't wait for you to repent. It didn't wait for you to run after Him. Instead, even while you were yet sinners, the love of God came chasing after you. It is the love that is revealed on the cross of Calvary that reconciled us with God. The thing, hallelujah, the relationship that sin had destroyed, the cross reconciled. Praise the Lord. Praise the Lord.
എന്തുകൊണ്ട് ക്രൂശിനെ പ്രശംസിക്കുന്നു? Why we glory in the cross. Praise the Lord. ദൈവവുമായിട്ട് നിരപ്പിച്ചത്. Hallelujah, the place where I, hallelujah, found reconciliation with God. കുഞ്ഞെ, ശത്രുവായ നിന്നെ മകനാക്കിയത് ഈ ക്രൂശിലെ നിരപ്പാണ്. Dear children of God, you and I who were enemies of the cross were made sons and daughters because of the cross of Christ. പാപിയെ വിശുദ്ധനാക്കിയത് ഈ ക്രൂശാകട്ടോ. Dear child, hallelujah, you and I who were sinners were made holy because of the cross. ജഡീകനെ ആത്മീകനാക്കിയത് ഈ കാൽവറിയിലെ ക്രൂശാണ്. You and I who were in our sinful flesh, hallelujah, nature of the flesh, we were made spiritual men and women because of the cross. ക്രിസ്തുവിന്റെ ഭവനക്കാരായി തീർത്തത് ഈ കാൽവറിയിലെ ക്രൂശാണെന്ന്. Dear children, the reason why we are members of that heavenly home, that heavenly family, is because of the cross of Christ. ഇന്ന് പകൽ മുഴുവൻ എണ്ണി പറഞ്ഞാലും തീരത്തില്ല. കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശ്, അതിന്റെ പ്രശംസ, മഹത്വം ഇന്ന് പകൽ ദൈവസഭ തിരിച്ചറിയണം. Dear children of God, we can list and we can go on and on and on about all the reasons why I should boast in the cross of Christ, why I should glory in the cross of Christ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉണ്ടോ? Many times I think to myself, the people in this church, all of us, we don't have any particular relationships. We're not blood related. പലയിടത്ത് ജനിച്ച പല സാഹചര്യം വളർത്തപ്പെട്ട See individuals who are born in various places, who grew up in maybe even different cultures, different languages. തമിഴ്നാട്ടുകാരുണ്ട്, ആന്ധ്രക്കാരുണ്ട്, പഞ്ചാബുണ്ട്. We have people from Andhra Pradesh, from Tamil Nadu, from Punjab. എങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്? How do we all sit here together? വേറെ ഏതെങ്കിലും ഉണ്ട്? ആസാം, കാശ്മീരുണ്ട്, Kashmiris. Praise the Lord. Praise the Lord. എന്താ ഒന്നിപ്പിച്ച്? But what brings us together in one place, sat together like this? സ്വന്തം രക്തബന്ധത്തെക്കാളുള്ള ബന്ധം എങ്ങനെ വന്നേ? Why? What has given us a relationship that is sometimes even stronger than even blood relationships? Praise the Lord. നിങ്ങൾക്കൊരു വേദനയുണ്ടെന്ന് പറയുമ്പോൾ എന്തേ നമ്മൾ ഒരുമിച്ച് കരയുന്നേ? When you say you're going through a challenge, a difficulty, why is it we all cry together? ഒരു കഷ്ടത്തിലൂടെ പോകുമ്പോൾ എന്താ നമ്മുടെ ഉറക്കം പോകുന്നേ? Why is it that when someone, our brother or sister, says that they're going through suffering or pain, why is it that all of us, hallelujah, stay awake in prayer? ജനനം കൊണ്ടോ ദേശം കൊണ്ടോ ബന്ധങ്ങളല്ല, ബന്ധക്കാരല്ല. ഇന്ന് കാൽവറി ചൊരിഞ്ഞ ആ നീമ രക്തമുണ്ടല്ലോ, രക്തബന്ധത്തെക്കാൾ വിലയുള്ള, രക്തബന്ധങ്ങൾക്കില്ലാത്ത, രക്തബന്ധങ്ങൾ കാണിക്കാത്ത ഈ സ്നേഹം ഇവിടെ അനുഭവിക്കുന്നത് കാൽവറിയിലെ ക്രൂശിൽ രക്തമകയാൽ. ആ ക്രൂശല്ലാതെ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. But notice that love that we share, even though we are not neighbors, even though we are not blood related, even though we don't have years and years of knowing one another, but it is the cross of Christ that brings us together, that provides us unity, that provides us love, that brings us under the same roof. Praise the Lord. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകമാണെങ്കിൽ വിശ്വസിക്കാൻ നമുക്ക് ദൈവശക്തിയാണ്. And that is why Apostle Paul says, even though, hallelujah, the cross, the message of the cross may seem like foolishness to those, hallelujah, who are perishing, it is the wisdom of God to those who are saved. Can we just close our eyes for a moment in prayer? Hallelujah, to glory in the cross. Could we all close our eyes in prayer? Could we all just glory in the cross, to boast in the person of Christ, to just recognize all that was paid for us, all that was done so that you and I could have reconciliation with God? It is because of the cross. Because of the cross. To say, Lord, I pray that the only thing that I boast in, that my pride and joy would be nothing other than the cross. Let everything, hallelujah, be submitted to the cross. You know, all those things that you claim, all those things that you're so proud about, all those things that make you happy and give you joy and make you think you have some sort of steadiness, can you bring it under, hallelujah, the object and the person of Christ on the cross? Hallelujah.